നമ്മൾ നോക്കാൻ പോകുന്ന മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത്, ടാബ്ലറ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ചലഞ്ചസ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. കുറേ പേർക്ക് അറിയാം ക്യാപ്പിംഗ്, ലാമിനേറ്റിംഗ് അല്ലെങ്കിൽ മോൾട്ടിങ്, അങ്ങനെ ഒരുപാട് പേർക്ക് അറിയാവുന്ന സെയിം സാധനം തന്നെയാണ്. നമുക്ക് എന്താണെന്നുള്ളത് ബ്രീഫായിട്ടൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ക്യാപ്പിംഗ് ആൻഡ് ലാമിനേറ്റിംഗ് ആണ്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അടപ്പ് തുറക്കുന്ന രീതി തന്നെയാണ്. ഒന്നെങ്കിൽ മേൽഭാഗമോ അല്ലെങ്കിൽ ബോട്ടം ക്രൗൺ പോർഷൻ ഓഫ് ടാബ്ലറ്റ് എന്ത് ചെയ്യുന്നു, മെയിൻ ബോർഡിൽ നിന്ന് പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആവുന്ന രീതിനെയാണ് ക്യാപ്പിംഗ് എന്ന് പറയുക. ഒന്നെങ്കിൽ പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ ടോപ്പോ അല്ലെങ്കിൽ ബോട്ടം പോർഷൻ ഓഫ് ദി ക്രൗൺ ഏരിയ എന്ത് ചെയ്യുന്നു, റിമൂവ് ആയി പോകുന്ന പരിപാടി. നെക്സ്റ്റ് വൺ ഇസ് ലാമിനേറ്റിംഗ് ആണ്. നമ്മളൊരു ബുക്ക് തുറക്കുന്നത് പോലെ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലെയറുകളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയി മാറുന്ന രീതിയാണ് ലാമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. സോ ഇതിൻ്റെ കോസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ലാമിനേറ്റിംഗ് വരുന്നു, എന്തുകൊണ്ട് ക്യാപ്പിംഗ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഗ്രാനുലർ സമയത്ത് ഒരുപാട് ഫൈൻസുകൾ അതിലുണ്ടാവുക, അല്ലെങ്കിൽ പഞ്ചിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വരിക, അല്ലെങ്കിൽ ഡൈക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് വരിക. സോ ഡ്രൈ ഗ്രാനുവൽസ് ഉണ്ടാവുക, മെഷീൻ്റെ സ്പീഡ് കുറയുക, അല്ലെങ്കിൽ ഒരുപാട് അതിനെ കംപ്രഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് ക്യാപ്പിങ്ങോ ലാമിനേറ്റിങ്ങോ ഉണ്ടാവുന്നത്. സോ റെമഡി എന്ന് പറയുന്നത് തിരിച്ച് തന്നെയാണ്. ഫൈൻ കുറയ്ക്കുക, പിന്നെ എക്യുപ്മെൻറ്റ്സ് പ്രോപ്പർലി സെറ്റ് ചെയ്യുക, മോയ്സ്ചർ കൺട്രോൾ ആവശ്യത്തിന് മാത്രം ചെയ്യുക, മെഷീൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യുക, കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എന്താണോ കോസുകൾ പറഞ്ഞത് അത് തന്നെയാണ് എൻ്റെ റെമഡീസും പറഞ്ഞത് കേട്ടോ. അപ്പോൾ ക്യാപ്പിംഗ് ഞാൻ പറഞ്ഞു, ഡിസ്റ്റിങ് ലെയർ അല്ല, മേലെന്നോ താഴെന്നോ എന്തെന്ന് പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആവുന്നു. ലാമിനേഷൻ ഡിസ്റ്റിങ് ലെയർ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ചിപ്പിംഗ് ആൻഡ് ക്രാക്കിംഗ് ആണ്. സോ ചിപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ, ചിപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാബ്ലറ്റിൻ്റെ എഡ്ജുകളില്ലേ, എഡ്ജ് സൈഡ് ഭാഗങ്ങൾ പൊട്ടിപ്പോകുന്ന പരിപാടിയാണ്. സോ ഇത് കംപ്രഷൻ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഈ ചിപ്പിംഗ് ഉണ്ടാകുന്നത്. സോ മെഷീൻ്റെ സെറ്റിങ്സ് പ്രോപ്പർ ആവാതിരിക്കുക, അല്ലെങ്കിൽ മെഷീൻ്റെ ഡൈ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിരിക്കുക, ഈ നമ്മൾ അപ്പർ പഞ്ചിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു നീങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ചിപ്പിംഗ് ഉണ്ടാകുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ക്രാക്കിംഗ് ആണ്. ക്രാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊടിഞ്ഞു പോവുക, കുഞ്ഞു കുഞ്ഞു സ്മോൾ ഫൈൻസ് ആയിട്ടുള്ള ക്രാക്കുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ കൂടുതലും നമ്മൾ അപ്പർ ആൻഡ് ലോവർ സെൻട്രൽ സർഫസിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മളിത് കൂടുതൽ കാണുന്നത്. അപ്പർ ആൻഡ് ലോവർ സെൻട്രൽ സർഫസിലാണ് കൂടുതലായിട്ട് ഈ ക്രാക്കിംഗ് കാണുന്നത് കേട്ടോ. സൈഡ് വാളിൽ കാണാറുണ്ട്, എപ്പോഴും ഇല്ല, വല്ലപ്പോഴുമാണ് കാണുന്നത്. ആൻഡ് ഇത് എക്സസ് ആയിട്ടുള്ള മോയ്സ്ചർ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫൈൻ പൗഡർ ഉള്ളത് കൊണ്ടാണ് ക്രാക്കിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ചിപ്പിംഗ് പറഞ്ഞു, ഞാൻ പറയാം ടാബ്ലറ്റിൻ്റെ സൈഡ് ഭാഗത്ത് എഡ്ജ് ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു, പൊട്ടിപ്പോകുന്നു. ക്രാക്കിംഗ് എന്താണ്, കുഞ്ഞു ക്രാക്കുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പർ ആൻഡ് ലോവർ സെൻട്രൽ സർഫസിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. റെയർലി സൈഡുകളിലും ഉണ്ടാവാറുണ്ട്. സോ എക്സ്ട്രാ മോയ്സ്ചറോ അല്ലെങ്കിൽ ഫൈൻ പൗഡറോ കാരണമാണ് ക്രാക്കിംഗ് ഉണ്ടാവുന്നത്. സോ റെമഡി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തിരിച്ച് പറയുന്ന പോലെ തന്നെ മെഷീൻ സെറ്റപ്പ് ശരിയാക്കുക, മോയ്സ്ചർ കൺട്രോൾ സെറ്റ് ചെയ്യുക, ആൻഡ് ഫോർമുലയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഫൈൻ പൗഡറൊക്കെ റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചിപ്പിംഗ് ആൻഡ് ക്രാക്കിങ്ങിൽ ചെയ്യുക. സോ നെക്സ്റ്റ് വൺ ഈസ് പിക്കിംഗ്, സ്റ്റിക്കിംഗ് ആൻഡ് മോട്ടലിംഗ് ആണ്. പിക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പർ പഞ്ച് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഡ്രഗിനെ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓർ പിക്കിംഗ് അപ്പ് മെറ്റൽ ഫ്രം ദി അപ്പർ സർഫസ് ഓഫ് ടാബ്ലറ്റ്. ഒരു ടാബ്ലറ്റിൻ്റെ പുറത്തിരിക്കുന്ന സാധനം ഉണ്ടാവുമല്ലോ, ഈ ടാബ്ലറ്റ് ഇങ്ങനെ ഉണ്ടാവുക, ഇതിൻ്റെ പുറത്തിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യുന്നു, ഈ അപ്പർ പഞ്ച് ഇളക്കിയെടുത്ത് കൊണ്ടുപോകും. ആ പരിപാടിയാണ് പിക്കിംഗ്. നെക്സ്റ്റ് വൺ സ്റ്റിക്കിംഗ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഈ വാളിന് ഡൈ ഉണ്ടാവുമല്ലോ, ഡൈൻ്റെ ഭാഗത്ത് ഇത് ഒട്ടിയിരിക്കുക, ഇളകി വരത്തില്ല, അവിടെ തന്നെ ഒട്ടിയിരിക്കും കേട്ടോ. ആ പരിപാടി സ്റ്റിക്കിംഗ്. നെക്സ്റ്റ് വൺ ഇസ് മോട്ടലിംഗ് ആണ്. അൺഈക്വൽ അല്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള കളറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് എന്താണ്, ഈ കളർ മര്യാദയ്ക്ക് മൈഗ്രേറ്റ് ആവാതെ അല്ലെങ്കിൽ ഡിഫ്യൂസ് ആവാതെ എവിടെയെങ്കിലും ഒരിടത്ത് മാത്രം ഫോക്കസ് ചെയ്തിരുന്നിട്ട് ഒരിടത്ത് മാത്രം കളർ കൂടുക, ഒരിടത്ത് കളർ കുറയാതിരിക്കുക എന്നുള്ളതാണ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളറാണ്. ആൻഡ് ടാബ്ലറ്റിൽ ഇങ്ങനെ അൺഈക്വൽ ആയിട്ട് കാണാൻ പറ്റും. അതാണ് മോട്ടലിംഗ് എന്ന് പറഞ്ഞാൽ. റെമഡി വേറൊന്നുമില്ല, പ്രോപ്പർ എമൗണ്ട് ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക, അപ്പം സ്റ്റിക്ക് ചെയ്യില്ല. പിന്നെ മോയ്സ്ചർ കൺട്രോൾ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്തൊക്കെയാണോ എക്സസ് ഫൈനാണ് പ്രശ്നമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഫോർമുലേഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുക. നമ്മൾ മോട്ടലിങ്ങിന് മാത്രമാണ് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഡൈ ഒക്കെ കറക്റ്റ് ഈക്വലി ഡിഫ്യൂസ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ബാക്കിയെല്ലാം ഇത് സെയിം റെമഡീസ് തന്നെയാണ് വരുന്നത്. ഇനി ബൈൻഡിങ് ആൻഡ് വെയിങ് വേരിയേഷൻ ആണ്. സോ ബൈൻഡിങ് സമയത്ത് എന്താണ് പ്രശ്നം വരിക, അല്ലെങ്കിൽ വെയിറ്റ് വേരിയേഷൻ എന്താ പ്രശ്നം വരിക നോക്കാം. സോ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ, ബൈൻഡിങ് ഒക്കേഴ്സ് വെൻ ദ ടാബ്ലറ്റ് സ്റ്റിക്സ് ടു ദ ഡൈ ആൻഡ് ഡസ് നോട്ട് എജക്ട് പ്രോപ്പർലി ലീഡിങ് ടു റഫ് എഡ്ജ്, ക്രാക്ക് ആൻഡ് ക്രംബിൾ. അതായത് നമ്മുടെ ഈ ടാബ്ലറ്റ് ഉണ്ടാവുമല്ലോ, ഇത് ഡൈൻ്റെ അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് പുറത്തേക്ക് തള്ളി വരില്ല, എത്രയൊക്കെ വെച്ചാലും തള്ളി വരില്ല. ഇനി തള്ളി വന്നാൽ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ
പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റഫ് എഡ്ജ് വരിക, അല്ലെങ്കിൽ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ക്രാമ്പിൾ ആവുക, ചെറിയൊരു റഫ് സർഫസ് വരിക എന്നുള്ളതാണ്. ഇത് ഒട്ടിയിരിക്കും, ബൈൻഡേ തന്നെ ഇരിക്കും, എന്നാൽ തള്ളി പുറത്തേക്ക് വന്നാൽ തന്നെ എന്തെങ്കിലും അവിടെ ഈ കുഴിയും കുണ്ടും പോലെ ആയിരിക്കും അവസ്ഥ ഉണ്ടാവുക. വെയിറ്റ് വേരിയേഷൻ ആണ്. യൂണിഫോം ആയിട്ടുള്ള ഗ്രാനുൾസിൻ്റെ സൈസ് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ എക്സൈ പൗഡർ വരികയാണെങ്കിലോ, അല്ലെങ്കിൽ ഇൻപ്രോപ്പർ ആയിട്ടുള്ള ലൂബ്രിക്കൻറ്റിൻ്റെ മിക്സിങ് വരുമ്പോഴോ, അല്ലെങ്കിൽ അൺഈവൻ ഫ്ലോ വരികയാണെങ്കിൽ വെയിറ്റ് വേരിയേഷൻ വരും. അതായത് പ്രോപ്പറായിട്ട് ഫ്ലോ വരുന്നില്ല, പ്രോപ്പറായിട്ട് ഗ്രാനുൾസിന് പഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ഈക്വൽ എമൗണ്ട് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് വേരിയേഷൻ വരും, അല്ലേ? സോ റെമഡി എന്ന് പറഞ്ഞാൽ റെമഡി ഫോർ ബൈൻഡിങ് ആണെങ്കിൽ, വെയിറ്റ് വേരിയേഷനും ആണെങ്കിൽ ഫോർമുലേഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഗ്രാനുൾസിൻ്റെ യൂണിഫോമിറ്റി കൊണ്ടുവരിക ആൻഡ് ഒപ്റ്റിമൈസിങ് ദ ടാബ്ലറ്റ് കംപ്രഷൻ പ്രോസസ്സ്. നമ്മൾ ഈ ടാബ്ലറ്റ് ഉണ്ടാക്കുന്ന കംപ്രഷൻ പ്രോസസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ബൈൻഡിങ് ആണ്. ഞാൻ പറഞ്ഞു ടാബ്ലറ്റ് സ്റ്റിക്ക് ആവുന്നതാണ് ഡൈയിൽ, പ്രോപ്പറായിട്ട് എജക്റ്റ് ആവില്ല. എജക്റ്റ് ആയാൽ തന്നെ എഡ്ജ് പൊട്ടുക, ക്രാക്ക് ആവുക, ക്രംബിൾ ആവുക. വെയിറ്റ് വേരിയേഷൻ പറഞ്ഞു, യൂണിഫോം ആയിട്ട് ഗ്രാനുൾസിൻ്റെ സൈസ് ഉണ്ടാവാണ്ടിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ലൂബ്രിക്കൻ മിക്സിങ് കാരണമോ, അല്ലെങ്കിൽ അൺഈവൻ ഫ്ലോ കാരണമോ എന്ത് ചെയ്യുന്നു, വെയിറ്റ് വേരിയേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹാർഡ്നെസ് വേരിയേഷൻ ആണ്. ഹാർഡ്നെസ് വേരിയേഷൻ ഉണ്ടാവാൻ ഒരുപാട് ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹാർഡ്നെസ് വേരിയേഷൻ റീസൺ ഒരുപാട് കാരണങ്ങളാണ്. ഒന്നെങ്കിൽ വെയിറ്റ് വേരിയേഷൻ കാരണമാകാം, അല്ലെങ്കിൽ ടാബ്ലറ്റിൻ്റെ മെറ്റീരിയലിനിടയിൽ ഉണ്ടാകുന്ന സ്പേസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ടാബ്ലറ്റ് പ്രോപ്പറായിട്ട് പഞ്ചായിട്ടില്ല എന്നൊരവസ്ഥയാണെങ്കിൽ പോലും ഹാർഡ്നെസ്സിലും വേരിയേഷൻ വരും. ഇത് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഹാർഡ്നെസ്സുമായിട്ടാണ് കേട്ടോ. സോ ഹാർഡ്നെസ് വേരിയേഷൻ ഇസ് കോസ്ഡ് ബൈ സെയിം ഫാക്ടേഴ്സ് വിത്ത് വെയിറ്റ് വേരിയേഷൻ. വെയിറ്റ് വേരിയേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതേ സെയിം തന്നെയാണ്. അത് ഞാൻ അതാ പറഞ്ഞത്, വെയിറ്റ് വേരിയേഷനുമായിട്ട് ഹാർഡ്നെസ്സിന് ബന്ധമുണ്ട് എന്നുള്ളത്. As tablet hardness depend on the weight of the material and the space between punch during compression. കംപ്രഷൻ സമയത്തുള്ള സ്പേസ് ആയാലും അല്ലെങ്കിൽ ഹാർഡ്നെസ്സും ഒക്കെ ആയിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. റെമഡി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. യൂണിഫോമിറ്റി, കംപ്രഷൻ സെറ്റിങ്സ്, ഹാർഡ്നെസ് വേരിയേഷൻ ഒക്കെ കാരണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കി ഫോർമുലേറ്റ് ചെയ്ത് സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഹാർഡ്നെസ് വേരിയേഷന് പറയാനുള്ളത്. ഇനി ഡബിൾ ഇംപ്രഷൻ ആണ്. സോ ഡബിൾ ഇംപ്രഷൻ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഇംപ്രിൻറ്റ് പഞ്ച് ചെയ്യുമ്പോഴാണ്. ഓൾറെഡി ചില ആൾക്കാർ ഈ പഞ്ചിൻ്റെ അവിടെ തന്നെ അവർക്ക് ഈ വെക്കേണ്ട പിക്ചർ, ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ ചില ലെറ്റേഴ്സൊക്കെ അവർ ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഇത് 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നു, അതിൻ്റെ പുറത്ത് ഇംപ്രിൻ്റ് ആവും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഡബിൾ ഇംപ്രഷൻ ഉണ്ടാവുന്നു. സോ ഓഫൺ ഡ്യൂ ടു അൺഡിസ്റ്റർബിൾ മൂവ്മെൻറ്റ് ഓഫ് ദ ലോവർ പഞ്ചിന് ചെറിയ മൂവ്മെൻ്റ് ഒക്കെ വരുമ്പോഴാണ് ഈ ഡബിൾ ഇംപ്രഷൻ വരുന്നത്. സോ ബേസിക്കലി ലോവർ പഞ്ചിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക ആൻഡ് ഡബിൾ ഇംപ്രഷൻ്റെ എഫക്റ്റ് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ 2 പ്രാവശ്യം ഇംപ്രിൻ്റ് ആകുന്നു, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ കൂടുതൽ ഇംപ്രിൻ്റ് ആകുന്നു എന്നുള്ളതാണ് ഡബിൾ ഇംപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് ചിപ്പിങ്, ക്രാക്കിംഗ്, അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെഫറൻസിനാണ്, നിങ്ങളത് നോക്കി വെക്കുക. ആൻഡ് ഞാൻ ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. സോ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ കുറച്ചൊരു ഡെഫിനിഷൻ മീൻസ് ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെമഡീസ് എന്തൊക്കെയാണ് അതെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് ആണ്, ബൈ.